എത്ര മനോഹരമായാണ് ഭഗവാനുള്ള ആരതിയാണ്. പൊന്നമ്പലത്തിൽ ശ്രീകോവിലിനകത്ത് ഗർഭഗൃഹത്തിൽ തന്ത്രി ദീപാരാധന ഒഴിയുമ്പോൾ, തങ്കവിഗ്രഹത്തിൽ തന്ത്രി ഒഴിയുന്ന ദീപാരാധനയ്ക്കൊപ്പം പ്രകൃതിയുടെ ദീപാരാധന. അതാ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് അല്പസമയത്തിനകം ഈ ഭക്തലക്ഷങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്ന, മനംനിറച്ചു കാണാൻ സായുജ്യത്തിന്റെ ആ കാഴ്ച അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവനുള്ളവര് ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ് വലിപ്പച്ചെറുപ്പമില്ല, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ എല്ലാവരും കണ്ണിമ ചിമ്മാതെ കാത്തു നിൽക്കുകയാണ്. പൊന്നമ്പലമേട് നമ്മൾ നേരത്തെ കാണിച്ചു, എത്ര മനോഹരിയായിട്ടാണ് പൊന്നമ്പലമേട് ഇപ്പോൾ പ്രകൃതി തന്നെ വരച്ചൊരു ചിത്രം പോലെ വളരെ മനോഹരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. സർവാഭരണ വിഭൂഷിതനായി അയ്യന് അവിടെ മകരസംക്രമ പൂജ നടക്കുന്ന ആ നിമിഷത്തിൽ തന്നെ മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയുമ്പോൾ ഈ കാത്തു നിൽക്കുന്ന എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തജനലക്ഷങ്ങളുടെ മനം നിറയുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. ഇവരെല്ലാവരും ഇപ്പൊ ഇത് കണ്ടതിന് ശേഷം വളരെ തിരക്കോടുകൂടിയാണ് തിരിച്ചിറങ്ങാൻ പോകുന്നത്. ആ സമയത്താണ് ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അപകടങ്ങളൊന്നും വരുത്തി വെക്കാതെ ഭഗവാനെ കണ്ട് ആ സായുജ്യമടഞ്ഞ് തിരിച്ചവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഭക്തി ഐശ്വര്യം എല്ലാം ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് തന്നെ അവർ തിരിച്ച് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. അരുണ സോണിമ അല്ലെ, സംക്രമസന്ധ്യയുടെ ആ ചുവപ്പ് സന്നിധാനത്തിന് എന്തൊരു ഭംഗിയാണ് കൊടുക്കുന്നത്. സന്നിധാനത്തിന് ആ സംക്രമസന്ധ്യയുടെ ചുവപ്പ് കൊടുക്കുന്ന ഭംഗി, ആ പൊന്നമ്പലം മുഴുവൻ ചുറ്റമ്പലം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. ഭഗവാനെ കാണുന്നതിനേക്കാൾ ഭംഗി അത് ആ ചുറ്റമ്പലത്തിന് എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ആ സംക്രമസന്ധ്യയുടെ വെളിച്ചം അതിങ്ങനെ സന്നിധാനത്തെയും മരത്തിന്റെ മുകളിലൊക്കെ ഒക്കെ ഇങ്ങനെ നിറച്ച് അതിങ്ങനെ ഭക്തിയുടെ ഒരു നിമിഷങ്ങളുടെ ദൂരം മാത്രം. മരങ്ങളിലെല്ലാം അയ്യപ്പ ഭക്തന്മാരാണ് നമ്മൾ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. കാരണം എവിടേക്കോ അതിലൊക്കെ അപകടകരമായ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പഴയ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിലേക്ക് ആളുകൾ ഓടിക്കയറി നിൽക്കും. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി ബോർഡായാലും ഉദ്യോഗസ്ഥന്മാരായാലും പോലീസായാലും ജില്ലാ ഭരണകൂടമായാലും അത് വളരെ ചാക്രിയമായ ഒരു പ്രവൃത്തി നടത്തിയിട്ടാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി അരനിമിഷത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ അരനിമിഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ എത്ര കാലമായി തുടങ്ങിയതാണ്. ഇനി ഭക്തർ സ്വയം ഇഹയ അവർ നിയന്ത്രിക്കും. കാരണം അവർ കാത്തിരിക്കുന്ന ഭഗവാന്റെ ആ ഒരൊറ്റ ദർശനത്തിന് വേണ്ടിയാണ്. അവർ കാത്തിരിക്കുന്ന ആ സായുജ്യമായിട്ടുള്ള മകരവിളക്കിന്റെ ദർശനത്തിലാണ്. ആ മകരജ്യോതി ഒന്ന് മിന്നിമായുമ്പോൾ, ആ മകരവിളക്ക് ഒരു 3 വട്ടം ആരതി ചെയ്യുമ്പോൾ, ആ ആരതി കണ്ട് ആത്മസായുജ്യമണയാൻ, ആ ആരതി കണ്ട് ഈ മണ്ഡലകാലത്തിന്റെ ഈ മകരവിളക്ക് കാലത്തിന്റെ മുഴുവൻ ആത്മനിർവൃതിയും നേടാൻ അതാ പൊന്നമ്പലമേട്ടിൽ ആരെയോ കാത്തിരിക്കും പോലെ അവിടെ തയ്യാറെടുപ്പുകളാണ്. ആ ഗർഭഗൃഹത്തില് ദീപാരാധനയുടെ ശംഖുനാഥം മുഴങ്ങുമ്പോൾ അതൊരടയാളമായി കണ്ട് അവിടെ തെളിയുന്നത് ആ മകരവിളക്ക് തെളിയിക്കാൻ കാത്തിരിക്കുന്നവരാണ്. ആ മകരവിളക്കിന്റെ കർപ്പൂരത്തിരികൾ അതിങ്ങനെ ഭഗവാന്റെ ഈ മണ്ഡലകാലത്തിന്റെ മുഴുവൻ പ്രതീകമായി ഈ മകരജ്യോതി ആകാശത്ത് തെളിയുമ്പോൾ ഭഗവാനുള്ള ആരതിയായി പൊന്നാരതിയായി പൊന്നമ്പലമേട്ടിൽ 18 മലകളിൽ ഏറ്റവും സുന്ദരവും ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട മലയുമാണ് പൊന്നമ്പലമല എന്നാ പറയുക. നേരെ അഭിമുഖമായി നിൽക്കുന്ന മല, അവിടെയാണ് ഈ മകരജ്യോതി തെളിയേണ്ടത്. അപ്പോൾ മകരനക്ഷത്രമൊക്കെ ഉദിച്ചു കാണാം. അത് ആ ഒരു നിമിഷത്തിലേക്ക് എത്രയോ മണിക്കൂറുകളായി വിരിവെച്ചും കാണാവുന്ന ഇടങ്ങളിലും മരത്തിന്റെ മുകളിലും ഒക്കെ കയറി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ ഒരു ആഹ്ലാദമാണ് എല്ലാവരുടെയും. ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് അയ്യപ്പ ദർശനം കഴിഞ്ഞ് പുറത്തു പോരുന്നുണ്ടേ അവിടെ വേറൊരു വിഭാഗം അവിടെ ചില കാര്യങ്ങൾ ഒരുക്കിയിരിപ്പുണ്ട്. നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. KSRTC എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ സർവീസ് ഇന്ന് കോൺവേ ആയിട്ട് 100 കണക്കിന് വാഹനങ്ങളാണ് ഇന്ന് അവർ പമ്പയിലേക്ക് ഇന്ന് കാലിയായിട്ട് വന്നെന്ന് അവിടേക്ക് കയറിയിട്ടിരിക്കുന്നത്. അവരെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും കൃത്യസമയത്ത് തന്നെ നാട്ടിൽ എത്തിക്കാൻ വേണ്ടിയുള്ള അവരെയും നമ്മൾ ഒരിക്കലും തീർച്ചയായും അങ്ങനെയുള്ള ഒരുപാട് എല്ലാവരും ഒത്തുചേർന്നുള്ള വലിയൊരു തീർത്ഥാടന കാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് അടുത്ത 5 ദിവസം കൂടി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പരിസമാപ്തി. അങ്ങനെ വിജയകരമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനം കടന്നു പോകുന്നത്. പിന്നിട്ട വഴികളിലൂടെയൊക്കെ ആ ഭക്തജന ലക്ഷങ്ങളുടെ ശരണം വിളികളൊക്കെ ഏറ്റുവാങ്ങിയ തിരുവാഭരണം ഇപ്പോൾ തിരുനടയ്ക്കുള്ളിലേക്ക് തന്ത്രി ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ ഒരുക്കുന്ന നിമിഷങ്ങളാണിത്. ആ പൂജ കഴിഞ്ഞ് ശംഖുനാഥം മുഴങ്ങുമ്പോൾ പൊന്നമ്പലമേട്ടിൽ വിരിയുന്ന ആ മകരവിളക്കിനെ കാത്തു നിൽക്കുകയാണ്. ഇനി വെറും നിമിഷങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ. കണ്ണിമ ചിമ്മാതെ ആ മകരവിളക്ക് തെളിയിക്കുമ്പോൾ തന്റെ കണ്ണു ചിമ്മിപ്പോകരുതേ എന്ന് പോലും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ എടുത്തു പറയുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടെ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മകരവിളക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത വർഷത്തെ മകരവിളക്കിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്
തയ്യാറെടുപ്പുകൾ നടന്നെങ്കിൽ മാത്രമേ അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ദർശനം നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ജീവിതചര്യകളിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു തടസ്സവും കൂടാതെ ഭഗവത് സന്നിധിയിലേക്ക് എത്തി അടുത്ത വർഷത്തെ മകരവിളക്ക് മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോഴേ തന്നെ ഈ സമയത്ത് തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വർഷമൊക്കെ നമുക്കറിയാം മറ്റുള്ള ഏർപ്പാടുകളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിട്ടു എന്നുള്ളത് ആദ്യം വളരെ വേദന അനുഭവിച്ച ഈ പറയുന്ന ദേവസ്വം ബോർഡിനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെയൊക്കെ ഇടപെടൽ അവിടെ ഉണ്ടായി. പക്ഷെ അതിനൊന്നും അരനിമിഷത്തിന്റെ കാത്തിരിപ്പാണ് കേട്ടോ. ഇനി അരനിമിഷത്തിന്റെ കാത്തിരിപ്പാണ്. ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന തെളിയാൻ പോകുന്നു. പ്രസാദ പൂജയ്ക്ക് തന്ത്രി പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് ഭഗവാന് ദീപാരാധന ചാർത്തുമ്പോൾ മുഴുവൻ ദീപങ്ങളും തെളിയിച്ച് ദീപാരാധന ചാർത്തുമ്പോൾ അങ്ങ് മേലെ ആ പൊന്നമ്പലമെട്ടിൽ ഭഗവാന്റെ പൊന്നാരതിയായി അല്പസമയത്തിനകം മനംനിറഞ്ഞു കാണാൻ സായുജ്യത്തിന്റെ ദർശനം, ആത്മനിർവൃതിയുടെ ദർശനം, നിർവൃതിയുടെ ദർശനം, നിരുപമമായ സായുജ്യത്തിന്റെ ദർശനം അത് അല്പസമയത്തിനകം പൊന്നമ്പലമേറ്റി തെളിയും. ഓരോ ഭക്തരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം മാത്രം മണിമുഴങ്ങിക്കഴിഞ്ഞു. ഒരു ലക്ഷ്യത്തിലേക്ക് പൊന്നമ്പലത്തിലേക്ക് മാത്രം പൊന്നമ്പലമെട്ടിലേക്ക് മാത്രം കണ്ണുതൊട്ടുകൊണ്ട് കാത്തിരിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൽ അല്പസമയത്തിനകം ഭഗവാന്റെ ആ മകരജ്യോതി വാനിൽ തെളിയുമ്പോൾ മകരവിളക്ക് തെളിയിച്ച് പൊന്നമ്പലമെട്ടിൽ ഭഗവാൻ ആരതി ഒഴിയുന്ന കാഴ്ച നമുക്ക് അല്പസമയത്തിനകം കാണാം. ആ ദീപാരാധന, പ്രകൃതിയുടെ ദീപാരാധന പുറത്ത് നടക്കുന്നുണ്ട്. സൂര്യന്റെ മകരസംക്രമത്തിന്റെ ആ മകരസംക്രമ സന്ധ്യയുടെ അരുണിമ ശോഭയിൽ പ്രകൃതിയുടെ ഒരു ദീപാരാധന പുറത്ത് നടക്കുന്നു. ശ്രീകോവിലിനകത്ത് തന്ത്രി ദീപങ്ങൾ തെളിയിച്ച് കർപ്പൂരാരതി ഒഴിഞ്ഞുകൊണ്ട് ഭഗവാന് ഗർഭഗൃഹത്തിൽ ദീപാരാധന നടത്തുമ്പോൾ അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ അല്പസമയത്തിനകം ആ ദീപജ്യോതി തെളിയും. 3 തവണ മിന്നിമറയുന്ന ആ കാഴ്ച മുഴുവൻ സമയവും കാണുവാനുള്ള, മുഴുവൻ സമയവും കാണാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള തീർത്ഥാടകർ. ഇപ്പോൾ അവിടെയുള്ള തീർത്ഥാടകർ മാത്രമല്ല, വീട്ടിനുള്ളിൽ ഇപ്പോൾ എല്ലാവരും വിളക്ക് വെച്ച് ഈ സമയത്തെ കാത്തിരിക്കുന്ന ആളുകളാണ്. ശബരിമലയിൽ എത്താൻ കഴിയാത്ത ആളുകളൊക്കെ സ്വന്തം വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും ഈ ഒരു സമയം എന്നുള്ളത് ആത്മനിർവൃതിയുടെയും സങ്കല്പശക്തിയിൽ, ഭാവനാശക്തിയിൽ ഓരോരുത്തരും ഇപ്പൊ സന്നിധാനത്തായിരിക്കും. ആ 18 മലകളിലും കണ്ണുനട്ടായിരിക്കും മലയാളികൾ ഓരോരുത്തരും. ഇപ്പോൾ TV ചാനലിന് മുമ്പിലിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ട്, സങ്കല്പശക്തി കൊണ്ട്, ഭാവനാശക്തി കൊണ്ട് അവരോരോരുത്തരും ഈ പഞ്ചാലിമേട്ടിലും പാണ്ടിത്താവളത്തും സന്നിധാനത്തും പമ്പയിലും ഒക്കെ നിലയുറപ്പിച്ച് ഭഗവാനെ എന്നൊറ്റ വിളിയോടെ ആ പൊന്നമ്പലമേട്ടിലുള്ള ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്കിന്റെ, ആകാശത്ത് തെളിയുന്ന മകരജ്യോതിയുടെ ദർശന സൗഭാഗ്യം അത് കാണാൻ, അത് കണ്ട് സായുജ്യമടയാൻ കാത്തിരിക്കുന്നവരാണ്. വളരെയധികം ആളുകളാണ് അതിനുവേണ്ടി ദിവസങ്ങളായിട്ട് വന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഇത്രയും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് മനത്തിനകത്ത് വരെ കുടില് കെട്ടിക്കിടക്കുന്ന, വലിയ പർണശാല തീർത്ത് കിടക്കുന്ന ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, ശരണം വിളിച്ചുകൊണ്ട് എല്ലാം അയ്യപ്പനിലേക്ക് എന്നുള്ള ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നിൽക്കുന്ന വലിയൊരു രംഗം നമുക്ക് കാണാൻ കഴിയും. കൊച്ചു കുട്ടികൾ പോലും രാവിലെ ഇങ്ങനെ അയ്യപ്പ മന്ത്രങ്ങൾ ശരണമന്ത്രമുഖരിതമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഒറ്റ മന്ത്രമാണ് ആ സന്നിധാനത്ത് മുഴുവൻ മുഴങ്ങിക്കെട്ടുകൊണ്ടേയിരിക്കുന്നത്. പൊന്നാരതി ഒഴിഞ്ഞ് 3 വട്ടം മകരവിളക്ക് ഇപ്പൊ പൊന്നമ്പലമെട്ടി തെളിയും. മകരസംക്രമത്തിന്റെ പൊൻപ്രഭയായി വാനിൽ മകരജ്യോതി തെളിയും. ദിവ്യാനുഭൂതിയുടെ ലക്ഷണം കാട്ടി ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കും. അത്ഭുതകരമായ, ആനന്ദകരമായ കാഴ്ച. ഇതെന്തൊരു അത്ഭുതം, ഇതെന്തൊരു ആനന്ദമെന്ന് ഓരോ ഭക്തനും മനസ്സിൽ ആശീർവാദത്തിന്റെ, ആത്മനിർവൃതിയുടെ ആ കാഴ്ച കാണാൻ കൈകൂപ്പിത്തെഴുതുകൊണ്ട് അവരങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഒരു കാത്തിരിപ്പ് പക്ഷേ മറ്റേതൊരു ക്ഷേത്രത്തിലും ഇതുപോലെ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടാകില്ല. അതുകൊണ്ട് കൂടിയാണ് ശബരിമല വേറിട്ടൊരു ക്ഷേത്രമാകുന്നത്. ഇതിനേക്കാൾ സൗകര്യമുള്ള ക്ഷേത്രങ്ങൾ വേറെ ഉണ്ടാകും. പക്ഷേ ഇത്രയും ആചാരനിബിഡമായ, ഇത്രയും ചടങ്ങുകളുള്ള, ഇത്രയും വൈവിധ്യങ്ങളുള്ള, ഇത്രയും തീർത്ഥാടകർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമില്ല. ഇതായി